iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. പുഡിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പുഡിങ്സ് എന്നുള്ള കാര്യം മാത്രമല്ല, പേസ്ട്രി എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ ഒരുപാട് പേർക്ക്, എല്ലാവരും ഞാൻ പറഞ്ഞ ഒരു ചെറിയ തിരുത്തുണ്ട്, മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, എനിക്ക് മധുരം വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി മധുരം ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് വേണമെന്നില്ല. ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം, അത് ഡിന്നറാകാം, ലഞ്ചാകാം, ഉച്ചയ്ക്കുള്ള ഭക്ഷണമാകാം, രാത്രിയുള്ളതാകാം, എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ് കൂടുതൽ ആൾക്കാരും. ഒന്നുമില്ലെങ്കിലും ഒരു പഴമെങ്കിലും കഴിക്കും, അതിലൊരു ചെറിയ മധുരമില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പുഡിങ്സിൻ്റെ പ്രാധാന്യം, പലതരം ഐസ്ക്രീംസിൻ്റെ പ്രാധാന്യം, ചിലതരം പേസ്ട്രീസിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ എത്ര പുഡിങ്സും പേസ്ട്രീസും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു മാജിക് അവനിലൂടെ. എങ്കിലും എനിക്ക് ആഗ്രഹം തീരുന്നേയില്ല, ഇനിയും പുതിയ പേസ്ട്രീസും പുഡിങ്സും ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വിഭാഗം കുക്കിംഗ് ആണ് സത്യത്തിൽ, അത് പറഞ്ഞാൽ. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് പുഡിങ്സ്, ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ട്, ഇപ്പം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നില്ല, അത് കാലാകാലങ്ങളായി പല രാജ്യങ്ങളിലായിട്ട് അത് ഫേമസ് ആണ്. ചിലതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചില സ്ഥലത്തു നിന്നൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് കേസ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിൻ്റെ തന്നെ ഇപ്പോൾ പുതിയ വേരിയേഷൻസ് ഉണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കേക്ക്, പിന്നെന്താ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയും, വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് വെൽവെറ്റ് കേക്ക്, അതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, അത് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ക്രീം കാരമൽ കസ്റ്റേർഡ് എന്ന് പറയുന്ന കാര്യം, പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സൂഫ്ലേസ് പലതരം. അത്തരത്തിൽ തന്നെ ഒരു വിഭവമാണ് ബെനോഫി പൈ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, എനിക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ ബെനോഫി പൈ വളരെ സിമ്പിളാണ്, പല പേസ്ട്രി ഷോപ്സിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, പക്ഷേ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഭവം ബെനോഫി പൈ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാരി ബിസ്ക്കറ്റ് പൊടിച്ചത് ഏകദേശം 1.5 കപ്പ്, റോബസ്റ്റ പഴം 1 വലുത് അല്ലെങ്കിൽ 2 ചെറുത്, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, മിൽക്ക് മെയ്ഡ് 1 ടിന്ന്, വിപ്പിംഗ് ക്രീം 1 കപ്പ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്, വെണ്ണ 150 ഗ്രാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ബെനോഫി പൈ തയ്യാറാക്കി തുടങ്ങാം. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ, പക്ഷേ ചെറിയൊരു തയ്യാറെടുപ്പ് വേണം. ഒന്ന്, ബിസ്ക്കറ്റ്, ഒരു മാരി ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ട്, അതായത് ഒരുപാട് മധുരമില്ലാത്ത ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ബിസ്ക്കറ്റ്, ആരോ റൂട്ട് ടൈപ്പ് ബിസ്ക്കറ്റ്, അതൊരു 25, വലിയ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു 25 മതി. ഇപ്പോൾ പല ഷേപ്പിൽ സൈസിലുള്ള പാക്കറ്റ്സ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അത് 30 വരെ വേണ്ടി വരും. എന്തായാലും അത് പൊടിച്ചെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പ് പൗഡേർഡ് ബിസ്ക്കറ്റ് പൊടിച്ചത്, പിന്നെ 150 ഗ്രാം വെണ്ണ, അത് റെഡി ആയിരിക്കണം. പിന്നെ വേണ്ടത് ടോഫിയാണ്. ഇതാണ് നമ്മളുടെ ടോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് അത് നന്നായിട്ട് ടോഫി പാകത്തിലാക്കണം. അതിനൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് അതുപോലെ തന്നെ കുറേ വെള്ളം ഒഴിച്ച്, അത് ടിന്നിനെക്കാട്ടിലും മേളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഏതാണ്ടൊരു ഫസ്റ്റ് വിസിൽ, നല്ല ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചൊരു 25 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരല്പസമയം തണുക്കാൻ സമയം കൊടുക്കുക. നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് ആ ചൂട് വെള്ളത്തിൽ തന്നെ അത് കിടക്കട്ടെ. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ടിന്നെടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ ടോഫി ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോഫി റെഡിയാണ്, ടോഫി സോസ് അത് റെഡിയാണ്. പിന്നെ വേണ്ടത് റോബസ്റ്റ പഴം വലുതാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 വരെ ആകാം. അപ്പോൾ അതിൻ്റെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം തന്നെ 2 തരത്തിലുണ്ട്. വിപ്പിംഗ് ക്രീം പൗഡറായിട്ടുണ്ട്, പൗഡർ ഫോമിൽ. അത് നമ്മൾ ഐസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ നല്ല പദമാതിരി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം, അത് ആവശ്യത്തിന് എടുത്തിട്ട് 1 കപ്പിനകത്ത് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. പിന്നെ ചോക്ലേറ്റ്, അത് ഗ്രേറ്റ് ചെയ്തിടാനാണ്, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് മുകളിൽ അലങ്കാരമായിട്ട്, അത് ഇഷ്ടത്തിന് ഇത് ചെയ്യാം. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഉപ്പില്ലാത്ത വെണ്ണ ഒരു 150 ഗ്രാം 1 ഗാനായിട്ട് പാത്രത്തിലേക്ക് ഇടുന്നു. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതാണ് നമ്മുടെ ബേസ്. ഇതാണ് നമ്മുടെ പൈ ഡിഷ്. ഇതിപ്പോൾ ഒരു സ്പ്രിംഗ് ഫോം പാനിൻ്റെ മാതിരി തന്നെ ഇത് ഡിറ്റാച്ചബിളാണ്, നമുക്കിത് ഇളക്കിയെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഡീമോൾഡിങ് വളരെ ഈസി ആയിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ബേസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണിപ്പോൾ വെണ്ണ ഒരുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു വെണ്ണ.
തീ അല്പം കുറച്ചു. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ്, പൗഡേർഡ് ബിസ്ക്കറ്റ്. ഇനി തീ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ബേസിന് ആവശ്യമുള്ള കാര്യം റെഡി. കറക്റ്റ് പാകമായി. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലേക്ക് ബേസ്, ഇനി നമ്മൾ സ്പൂണിൻ്റെ സഹായത്തോടെ ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു മോൾഡിൻ്റെ ഷേപ്പിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ നല്ലൊരു ബേസ് തയ്യാറാക്കണം. അപ്പോൾ ഫുൾ ബിസ്ക്കറ്റും ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ഭാഗം വീക്കാണെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു അല്പസമയം വയ്ക്കുക, ഒരു 10-20 മിനിറ്റ് സമയം അതൊന്ന് സെറ്റാക്കാനായിട്ട്. കാര്യം ഇതിനകത്ത് വെണ്ണയുണ്ട്, അതുകൊണ്ട് നല്ല സെറ്റായി ഹാർഡായി വരും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. റിഷാർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് ബേസ് സെറ്റായി കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ ഒരു 10 മിനിറ്റ് സമയം തന്നെ മതി. നല്ല ഹാർഡായിട്ടിരിക്കുക, നല്ല കറക്റ്റ് സെറ്റാണ്. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് ഒരു അടുത്ത സെക്കൻഡ് ലെയർ പഴത്തിൻ്റെ ഒരു ലെയറാണ്. അത് റോബസ്റ്റ പഴം. അതിങ്ങനെ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് റൗണ്ട് പീസസ് ആയിട്ട് മുറിക്കാം. ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 2 പഴം റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റോബസ്റ്റ പഴം പെട്ടെന്ന് കളറ് മാറും. ആ കളറ് മാറാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു വയ്ക്കുക. അതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരാതിരിക്കാനാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിറം മാറും. ഒരു ചെറിയൊരു പുളി ഇരുന്നോട്ടെ. എല്ലാം മധുരമല്ലേ, അതിനകത്തൊരു ചെറിയൊരു പുളിയും കൂടി വരട്ടെ. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കോട്ടിങ്, അതിനൊരു കോട്ടിങ് പോലെയായി നാരങ്ങ നീര്. ഇനി അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുക. ബിസ്ക്കറ്റ് ബേസിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ പഴം നിരത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടോഫി സോസ് ഇങ്ങനെ നിരത്തണം. ഇത് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ തിളപ്പിച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഈ കണ്ടീഷനാകുന്നതാണ് ഈ രീതിയിൽ ടോഫി ആയിട്ട് മാറും. ഇത് ഭയങ്കര സ്വാദാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്വാദാണ് ഇതിന്. അത് ഒരു വെറുതെ അടുപ്പിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട്, വെള്ളം ടിന്നിനെക്കാട്ടിൽ മുകളിൽ നിൽക്കണം, നിറച്ച വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു 1.5-2 മണിക്കൂർ തിളപ്പിക്കണം. പക്ഷെ അതിലും എളുപ്പം കുക്കറിലിട്ട് ചെയ്യുന്നതാണ്. കുക്കറിലാകുമ്പോൾ ആദ്യത്തെ വിസിൽ കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ്സ് ധാരാളം മതിയാവും. ഇത് നമ്മളൊന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ പഴത്തിൻ്റെ മുകളിലായിട്ടൊരു ലെയർ. അങ്ങനെ നമ്മളുടെ ബെനോഫി പൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിക്ക് ലെയറായിട്ട് നിരത്തുക, ഇങ്ങനെ ഒരു നല്ല കട്ടിയിൽ. ആ കംപ്ലീറ്റ് ടോഫി സോസും ഇങ്ങനെ നിരത്തുന്നു. ഒരു ഫുൾ ടിന്നാണ് കംപ്ലീറ്റ്. ഈ ഒരു ഷേപ്പിൽ ഇത്രയും സൈസിന് നമ്മൾ ഒരെണ്ണം ഫുൾ വേണം. റെഡി. ഇനി എന്താണ്? ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ എന്താ സ്വാദം അറിയാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും കൂടി വെച്ച് കവർ ചെയ്യണം.
അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം പൗഡർ ഇത് ഞാൻ ഏതാണ്ട് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പല ബ്രാൻഡും പല രീതിയിലാണ് പറയുന്നത്. ചില ബ്രാൻഡിലെ പൗഡർ ആണെങ്കിൽ വിപ്പിംഗ് പൗഡർ ആണെങ്കിൽ വിപ്പിംഗ് ക്രീം പൗഡർ ആണെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചാൽ മതി. ചിലതിൽ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം. ഇതിലിപ്പോൾ ഏതാണ്ട് ഈക്വൽ ക്വാണ്ടിറ്റി ഒഴിക്കേണ്ടി വരും. അപ്പോൾ നല്ലതായിട്ട് വരും. ആദ്യം ഞാനൊരു 3/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതൊന്ന് പതിഞ്ഞ് വരട്ടാം. അതിങ്ങനെ കട്ടിയായി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കണം. വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തിക്കായി വരുന്നതാണല്ലോ ഈ ഒരു സ്റ്റേജിൽ. ഇപ്പം നല്ല വോളിയമായി വരുന്നുണ്ട്. ഇനിയും വേണമെങ്കിലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനിയും അത് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് വരും. ഇത് നല്ലൊരു ബ്രാൻഡിൻ്റെ കൊള്ളാം. ഇത് നല്ലൊരു വിപ്പിംഗ് ക്രീം പൗഡറാണ്. എനിക്കിത് വളരെ ഇഷ്ടമായി. ഇനി ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പം വിപ്ഡ് ക്രീം ധാരാളമായിട്ട് കിട്ടി. അത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാം. മുകളിലായിട്ട് ടോപ്പിംഗ്. അങ്ങനെ ടോഫി സോസിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്യും. ഇത് മതി. ഇനി എന്താ, ഏറ്റവും മുകളിലായിട്ട് കുറേ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കേൾസ് ഇടുക, എന്തെങ്കിലും കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യുക. അപ്പം നമ്മളുടെ ബെനോഫി പൈ റെഡി. കുറച്ച് ചോക്ലേറ്റ്സ്, മതി. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളുടെ ബെനോഫി പൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഡീമോൾഡിങ്ങും വളരെ ഈസിയാണ്. നമ്മളിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. ഇത് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തു. കണ്ടല്ലോ, നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡീമോൾഡഡ്. കണ്ടോ നമ്മളുടെ ബെനോഫി പൈ. അതിൻ്റെ ബേസാണ് നമ്മളുടെ സൈഡിൽ ഇങ്ങനെ കപ്പ് മാതിരി ഇങ്ങനെ ഫുൾ കവർ ചെയ്തത് ബിസ്ക്കറ്റ് ബേസ്. അതിൻ്റെ ഉള്ളിൽ പഴമുണ്ട്, പിന്നെ ടോഫി സോസ് ഉണ്ട്, വിപ്പിംഗ് ക്രീം ആൻഡ് ചോക്ലേറ്റ് കേൾസ്. അങ്ങനെ ആ ചോക്ലേറ്റ് ഗ്രേറ്റഡോ കേൾസോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നു ആ മോൾഡിൻ്റെ ബേസ് എൻ്റെ കയ്യിലുണ്ട്. അടിഭാഗത്ത് ചുറ്റും ഉണ്ടായിരുന്നത് കറക്റ്റായിട്ട് ഇളകി വന്നു. ഇത് ഈസിയാണ് ഡീമോൾഡ് ചെയ്യാൻ. ഇനി ഇത് ആവശ്യാനുസരണം വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വലിയ വെഡ്ജസ് ആണെങ്കിൽ 8 എണ്ണം കിട്ടും. കുറച്ചുകൂടെ ചെറിയ വെഡ്ജസ് ആണെങ്കിൽ 10 പേർക്ക് വരെ കഴിക്കാൻ സാധിക്കും. ഭയങ്കര സ്വാദാണ്, ഞാൻ പറയുന്നില്ല, അത്രയ്ക്ക് സ്വാദാണ്. ഇത് തണുപ്പിച്ച് തന്നെ കഴിക്കുക, അതാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ ഇത് തിരിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കും. അത് കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമനുസരിച്ച് കട്ട് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് കവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വളരെ നാടൻ വിഭവമാണ്. പ്രസവ രക്ഷ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു ഒരു പുളിങ്കറി പോലെ ഒരു കാര്യം. അതിന് പറയുന്നത് തന്നെ പേറ്റുപുളി എന്നാണ്. അപ്പോൾ ഈ പേറ്റുപുളി എന്ന് പറഞ്ഞാൽ എല്ലാം സമമായിട്ട് എന്താ പറയുക, മുളകും പുളിയും ഉപ്പും കുരുമുളകും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക സ്വാദാണ്. ആ സമയത്തൊരു പക്ഷേ നമുക്ക് അത്രയും സ്വാദായിട്ട് തോന്നില്ല പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് നല്ല ടേസ്റ്റാണല്ലോ, അത് കൂട്ടി ചോറുണ്ടാൻ എന്ത് രസമായിരിക്കും. പക്ഷേ അന്നാണെങ്കിൽ എല്ലാ ദിവസവും ഇതിങ്ങനെ കഴിച്ച് ചോറിൻ്റെ കൂടെ ഒരു പ്രധാന കാര്യമാണ്. കാര്യം ഇത് പ്രധാനമായിട്ട് കൊടുക്കുന്നത് വയറിൽ ഒട്ടും തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതെ, വയറിൽ ഒരു ഗ്യാസിൻ്റെ ശല്യവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും. കാര്യം പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ അമ്മ ഇങ്ങനെ കുഞ്ഞു അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് റെസ്റ്റ് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുക, ഇരിക്കുക, വലിയ ആയാസമുള്ള ജോലിയൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സുഖകരമായ ഒരു
ചികിത്സയാണ് ആക്ച്വലി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം. വെറുതെ കിടക്കുമ്പോൾ വയറിൽ ഗ്യാസ് കയറരുത്. പിന്നെ ഒരുപാട് പച്ചില മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ, ഒരുപാട് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ. അത് പണ്ട് തൊട്ട് ആൾക്കാരിങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞ് അതിന് ഓരോരോ കാരണങ്ങളുണ്ട്, അതെന്തുകൊണ്ട് അത് കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അമ്മമാർ പറയും, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറയും, അതുകൊണ്ട്, അല്ലെങ്കിൽ വയറ്റാട്ടി പറഞ്ഞു തരും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എത്ര അതറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാനിത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും പല ആൾക്കാരും കഴിക്കുന്നുണ്ട്. ഇതൊരു പേറ്റുപുളി. അപ്പോൾ അത് ഭയങ്കര രസമാണ്. വളരെ സിമ്പിളാണ്, നമ്മുടെ സ്ഥിരം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അതിന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് വേറെയാണ്. ഇത് 2-3 ദിവസം ഇരുന്നാലും കേടാകുന്ന കാര്യവും അല്ല. അപ്പോൾ നമുക്കത് തയ്യാറാക്കി തുടങ്ങാം. ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് ആദ്യം കാണാം. വറ്റൽമുളക് 12 എണ്ണം, മല്ലി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 30 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 6 വലിയ അല്ലി നീളത്തിലരിഞ്ഞത്, പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മുടെ പേറ്റുപുളി തയ്യാറാക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇത് പുളിയും എരിവുമൊക്കെ നല്ല ഇങ്ങനെ ഒരുപാട് ഈക്വലായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് വറ്റൽമുളക് ഒരു 12 മുതൽ 15 വരെ ആകാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. 3 വലിയ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, അതൊരു 3 ടേബിൾ സ്പൂണുണ്ട്. ഇത് കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചതാണ്. ഒരു 12-13 വറ്റൽമുളക്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂണോളം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുരുമുളകൊക്കെ നല്ലതല്ലേ, നല്ല ഫയറി കാര്യങ്ങളാണ്. പിന്നെ ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി, അതെല്ലാം കനം കുറച്ച് നീളത്തിനരി. പിന്നെ കൂടുതലായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഏതാണ്ട് ഒരു 10-30 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിയാണ്, അതും ചേർക്കണം. പിന്നെന്താ, പുളി ഒരു വലിയ എന്താ പറയുക, ഒരു നല്ല നാരങ്ങ വലുപ്പത്തിലെടുത്ത് ചെറിയ ചെറിയ പീസസായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. നമുക്ക് വറുക്കുകയല്ലേ, അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ വരും. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇത്രയും കാര്യങ്ങളൊന്ന് വറുത്തെടുക്കുക. നല്ല ചുവക്കെ, നല്ല മൂപ്പിക്കണം, നന്നായിട്ട് വറുക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ട്, ഡാർക്ക് ബ്രൗൺ കളറായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നല്ല ചുമക്കാനൊക്കെ തോന്നും, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വറുക്കാൻ വേണ്ടി മാത്രം. ഇനിയൊന്ന് മൂക്കട്ടെ നന്നായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. പാകം എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്തു. ബാക്കി വറ്റൽമുളകൊക്കെ നല്ല കരുകരുപ്പായി, മല്ലിയെല്ലാം, പിന്നെ ഈ പുളി പോലും നല്ലതായിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞു എന്ന് എനിക്ക് വേണമെങ്കിൽ തോന്നുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാകത്തിനായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാര്യം ചട്ടി നല്ല ചൂടായി കിടക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പോയാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇളക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് അല്പം തണുത്ത് കഴിഞ്ഞിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പേറ്റുപുളിക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ വറുത്തരച്ച് നല്ല മഷി പോലെ അരച്ച്, ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചത്. പണ്ടൊക്കെ കല്ലിൽ തന്നെ അരയ്ക്കുന്നത്. എന്നിട്ട് ആ മിക്സിയും കൂടി കഴുകി ആ ഒരു വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് നമ്മളൊന്ന് ലൂസാക്കണം. അപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് താളിക്കണം. താളിച്ച് അതിലേക്കാണ് നമ്മൾ കലക്കി ഒഴിക്കുന്നത് നമ്മുടെ അരപ്പ്. എന്നിട്ട് അതിൽ കടന്നൊന്ന് തിളച്ചൊന്ന് കൊഴുത്ത് വരുമ്പോൾ റെഡി. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില കുറച്ച് കൂടുതൽ,
ഇതിലേക്ക് നമ്മൾ അരച്ച കറി കലക്കി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി അരപ്പ് കലക്കി ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കൊഴുത്ത് വരണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ്. ഒന്നും ചേർത്തില്ലല്ലോ ഇതുവരെ. ഇപ്പം ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കൊഴുത്ത് കുറുകി വരികയാണ്. നോക്കൂ എന്ത് ഭംഗി. ഈ മുറി മുഴുവൻ മണമാണ് നമ്മളുടെ പേറ്റുപുളി എന്ന് പറയുന്ന ഈ ഒരു ഒഴിച്ചു കറിയുടെ. ആഹാ, നല്ല മണം, രുചി. ഇങ്ങനെ പുളിയും എരിവുമൊക്കെ ഇങ്ങനെ സമം നിൽക്കുന്നൊരു കാര്യമാണ്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ നമ്മുടെ പേറ്റുപുളി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് വയറിനൊക്കെ വളരെ നല്ലതാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ശമനമുണ്ടാകും. അപ്പോൾ പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതാണ് ബനോഫി പായ്. അതൊരു ഭയങ്കര സ്വാദുള്ള കാര്യമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പം. രണ്ടാമത് കാണിച്ചതും ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മളുടെ പേറ്റുപുളി. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവറിലൂടെ കാണാം.